സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ശാരിക പ്രണയിക്കുന്നത് ആരെയാണെന്നുള്ള ഒരാകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് ശാരിക മുരളിയോടും ദേവികയോടും തുറന്നു പറയും. ആ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അതുമാത്രമല്ല, മിക്കവാറും ഇതിനകത്ത് നമ്മളുടെ ശാരിക പ്രണയിക്കുന്നത് ഋഷിയെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അത് ഋഷി മനഃപൂർവ്വം ശാരികയെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രണയിക്കണമായിരിക്കും. കാരണം ദേവികയോടും ചന്ദ്രോത്തുള്ളവരോടും അത്രയധികം പക ഋഷിക്കുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഋഷി ആത്മാർത്ഥമായിട്ടൊന്നും ഈ ശാരികയെ പ്രണയിക്കാനും സാധ്യതയില്ല. അങ്ങനെ നമ്മളുടെ ദേവിക സത്യങ്ങൾ അറിയാനായിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ശാരികയാണെങ്കിൽ സാരിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വാതിൽ തുറക്കടിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവിക വിളിക്കുമ്പം ശാരിക അപ്പം തന്നെ ഒന്നും വാതിൽ തുറക്കണില്ല. ആ സമയത്ത് ഈ രാധിക പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം, അവൾ വാതിൽ തുറക്കണ്ടോയെന്ന് നോക്കിയെന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുമ്പം ഈ ശാരിക വാതിൽ തുറന്നിറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, നീ എന്താ ശാരി വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നേ, നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് ചേച്ചി ഞാൻ സാരി ഉടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അതാ വാതിൽ തുറക്കാണ്ടിരുന്നേന്ന്. എന്നിട്ട് രാധികയാണെങ്കിൽ പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം, അവൾ സാരി ഉടുത്തോണ്ടാണ് ഇന്ന് കോളേജിൽ പോണേന്നൊരു വാക്ക് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. അതെങ്ങനെയാണ്? അതെല്ലാവരോടും പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ, ഇവളുടെ സ്വഭാവം ഇപ്പം ഇങ്ങനെയാണെന്ന് പറയുമ്പം ദേവിക, അമ്മയൊന്നും മിണ്ടാതിരി, എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ, അങ്ങനെയൊന്നുമില്ല അമ്മേ, അമ്മ സമാധാനപ്പെടുക, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇപ്പോൾ പ്രശ്നം, ഞാൻ സാരി ഉടുത്തതാണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പം, ഇല്ലടി നീ സാരി ഉടുത്തിട്ട് നന്നായിട്ടുണ്ട്, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നന്നായിട്ട് ഉടുത്ത് തരൂലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഇങ്ങനെയല്ലേ ഉടുത്ത് പഠിക്കണേ, എന്തായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടി നന്നായിട്ടുണ്ട്, നീ കോളേജിൽ പോവാണെന്ന് ചോദിക്കുമ്പോൾ, ആ ചേച്ചി ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങുകയെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. എന്താ ചേച്ചി, എന്താണെങ്കിലും ചേച്ചി ചോദിച്ചോ, ചേച്ചി അതിന് അനുവാദം ചോദിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം രാധിക പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം വെച്ച് അനുവാദം ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നീ പണ്ടത്തെ ശാരികയൊന്നുമല്ലല്ലോ, മിനിറ്റിന് വെച്ചല്ലേ നിൻ്റെ സ്വഭാവം മാറണേ, അതെങ്ങനെ ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്തവളല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മേനോടല്ലേ ഞാൻ പറഞ്ഞേ, അമ്മയൊന്നും മിണ്ടാതിരി, ഞാൻ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ശാരികയോട് ചോദിക്കുന്നുണ്ട്. ശാരിക, നീ എല്ലാവരോടുമായിട്ട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ സത്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നീ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് ആരാന്ന് ആദ്യം പറയാമെന്ന് പറയണം. അന്നേരം ശാരിക പറയുന്നുണ്ട്, അതിനുള്ള സമയമായിട്ടില്ല ചേച്ചി, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുമ്പം, നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് ദുഃഖിക്കേണ്ട വരും കേട്ടോ എന്ന് പറയുമ്പം, ഇപ്പോൾ ഞാൻ അവസാനമല്ലേ ദുഃഖിക്കുന്നത് ചേച്ചി, ഇപ്പോൾ ആദ്യം തന്നെ ദുഃഖിച്ച് നിൽക്കാമല്ലേ, എന്തായാലും ചന്ദ്രോത്ത് നല്ല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം, ഒരു MLA ആയിട്ട് കൂടി ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ചേച്ചിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പറ്റണില്ല, പിന്നെ ചേച്ചി എങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, എൻ്റെ കാര്യം നീ വിടുക ശാരിക, ഞാനിപ്പോൾ നിൻ്റെ കാര്യം സംസാരിക്കാനല്ലേ വന്നത്, എനിക്ക് ചന്ദ്രോത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പരിഹരിച്ചോളാം, എന്തായാലും നീ പ്രണയിക്കുന്ന ആളാരാന്ന് പറയാമെന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഞാൻ അയാളെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് സമാധാനമാവൂലേന്ന്, എന്നാൽ നമുക്ക് അയാളെ കാണാൻ പോയാലോ എന്ന് ചോദിക്കുമ്പം, അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ കാണാനായിട്ട് അയാളവിടെ നിൽക്കാമല്ലോ, ഞാൻ എന്തായാലും അയാളെ വിളിച്ച് സംസാരിക്കട്ടെ, അയാൾക്കുടെ സമയം നോക്കിയിട്ട് നമുക്കൊരു ദിവസം അയാളെ കാണാനായിട്ട് തീരുമാനിക്കാമെന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, എന്നാൽ നീ അങ്ങനെ ചെയ്യുക, അയാളെ വിളിച്ച് സംസാരിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് പറ, അപ്പം ഞങ്ങൾ അയാളെ കാണാനായിട്ട് വരാം, എന്തായാലും നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ഈ മന്ത്രി സിദ്ധാർത്ഥനെ നാണം കെടുത്തതിൻ്റെ ദേഷ്യത്തിൽ വീട്ടിലോട്ട് വന്ന് കയറുന്നുണ്ട്. വീട്ടിൽ വന്ന് കയറിയതും പ്രഭയെന്നും പറഞ്ഞ് വിളിക്കുമ്പം ഈ പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിലും സിദ്ധു ദേഷ്യത്തിലാണെന്ന് തോന്നണമല്ലോ, ഇനി ഞാൻ അടുത്തേക്ക് ചെന്നാൽ സിദ്ധു എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അവസാനം രക്ഷയില്ലാതെ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പം, എന്തൊക്കെയാണ് പ്രഭേ നീയും നന്ദനും കൂടി കാട്ടി വെച്ചിരിക്കുന്നത്, ഇപ്പം തന്നെ ദേവികയുടെ മുറിയിലിരുന്ന ഫയല് കാണുന്നില്ല, അതെങ്ങനെ കാണാതായി, അതൊരിക്കലും അവിടെ നിന്ന് നഷ്ടപ്പെടേണ്ടതല്ല, അതിൻ്റെ പേരിൽ കോടികളുടെ അഴിമതി ആ ദേവികയ്ക്കെതിരെ മന്ത്രിയും കൂട്ടരും ആരോപിക്കുന്നത്, അതിന് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ പ്രഭയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അങ്ങനെ ഒരു ഫയൽ ഞാൻ കണ്ടിട്ട് കൂടിയില്ല, ദേവിക പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞ ആ ഫയൽ റൂമിലുണ്ടായിരുന്നെന്നും കാണാതെ പോയിരുന്നു, അതെങ്ങനെയാണ് കാണാതെ പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്, നന്ദനായിരിക്കും ഇതിൻ്റെ പിന്നിൽ, നന്ദന അറിയാതെ ആ ഫയൽ ഒരിക്കലും പോവില്ല, ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ്
ഇനി എന്തായാലും ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുമാത്രമല്ല ദേവിക മിക്കവാറും MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ ആകെ ഒരു വിഷമാവുന്നുണ്ട്. ഈ പ്രഭാവതിയും നന്ദനും കാരണമാണല്ലോ ദേവിക ഇപ്പം ഇത്രയും വലിയ പ്രശ്നത്തിലായത്. എന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അതിന് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീരൂലെന്ന് ചോദിക്കുമ്പം അതിന് ഫയൽ എവിടെ, മോളെല്ലായിടത്തും നോക്കിയിട്ടും ആ ഫയൽ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഞാനൊന്നും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഫയൽ നമ്മളുടെ ശ്രദ്ധയപ്പെടാണ്ടിരിക്കുന്നുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പം നമ്മളുടെ ശ്രദ്ധയപ്പെടാണ്ടൊന്നും ഫയലിരിക്കണില്ല, ഇതാരോ മനഃപൂർവ്വം മാറ്റി വെച്ചേക്കണതാ. ഒന്നിലെ അത് പ്രഭയായിരിക്കും, അല്ലെങ്കിൽ നന്ദനായിരിക്കും. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പം തന്നെ പാർട്ടിക്കാരും നേതാക്കളും പറയണത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. പ്രഭയും നന്ദനും ചേർന്ന് ആ ഫയൽ ആർക്കോ മറച്ചു കൊടുത്തു എന്ന് തന്നെ അവർ പറയണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സിദ്ധു ഈ പറയണേ, എനിക്കൊരു മനസ്സറിവും ഇല്ലാത്ത കാര്യം ഇതെന്ന് പറയുമ്പോൾ അതെനിക്കറിയില്ല. എന്തായാലും ഇവിടെ അഴിമതിക്കെല്ലാം കാരണക്കാരൻ ഇത് പ്രഭയും നന്ദനും തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും അതുപോലെ കെവിനെയാണ്. കെവിൻ ഇസബല്ലയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ബെല്ല അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പം അടുത്ത പ്ലാൻ എന്താ, നന്ദനെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം. ഇനി ദേവികയുമായിട്ട് നന്ദൻ ഒരിക്കലും മുന്നോട്ട് പോകരുത്, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ സമയം ഈ കെവിൻ ചോദിക്കുന്നുണ്ട്, അത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല ബെല്ല എന്ന് പറയുമ്പം എന്തുകൊണ്ട് തോന്നണില്ല, അതെങ്ങനെയെങ്കിലും ഞാൻ നടത്തിയെടുക്കും. ഇനി അധികം വൈകാതെ തന്നെ ദേവിക രാജിവെച്ച് ഒഴിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദേവിക രാജിവെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോണത് ഞാനായിരിക്കും. ഞാൻ മത്സരിച്ച് ജയിച്ച് ഉറപ്പായിട്ട് MLA ആവും. പിന്നെ ദേവിക നന്ദൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. പിന്നീട് നമ്മളുടെ കെവിൻ ചോദിക്കുന്നുണ്ട്, ആ ഫയൽ എന്ത് ചെയ്തു ബെല്ല എന്ന് ചോദിക്കുമ്പം ആ ഫയൽ ഞാൻ നന്ദൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നന്ദനെ തന്നെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആ ഫയലിൻ്റെ പേരിൽ എന്ത് കേസ് ഉണ്ടായാലും അതിനെല്ലാം പ്രതിയാകാൻ പോകുന്നത് നന്ദനാണ്. നമ്മൾ അതിനകത്തൊന്നും വരില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദന് ഇത് ആരോടും പറയാനും സാധ്യതയില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെടണത് നന്ദൻ തന്നെയാണെന്ന് നന്ദന് മനസ്സിലായിട്ടുണ്ടെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇതുപോലെ നന്ദനെയും ദേവികയും പൂട്ടാൻ പറ്റുമെന്ന്. എന്തായാലും ആ ഋഷി നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചത്. ഇനിയിപ്പോൾ ആ ഋഷിയും ഋഷിയുടെ അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ കെവിനെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല. അരുന്ധതി മേഡം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും ഈ നാടകം തുടർന്നു പോയാൽ ഋഷി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ചന്ദ്രോത്തുള്ളവരെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കരുതിയിരിക്കണം. ആ സമയത്ത് ബെല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷി മരിച്ചിട്ടില്ല എന്ന് ചന്ദ്രോത്തുകാരെ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് കിട്ടുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. ഋഷിയെ നമ്മളങ്ങോട്ട് തീർത്തു കളയുന്നു. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട്, ബെല്ല അതൊന്നും വേണ്ട, എന്തായാലും ഋഷി നമുക്ക് സഹായിട്ട് നിന്നവനല്ലേ, അവനെ കൊന്നു കളയണത് മോശം. അതുമാത്രമല്ല അരുന്ധതി മേഡത്തിന് മക്കളെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അരുന്ധതി മേഡത്തിൻ്റെ മോനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ മേഡം അടങ്ങിയിരിക്കുമെന്നൊന്നും ബെല്ല വിചാരിക്കേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വത്തും പ്രതാപവും ആൾബലവും ഉള്ള ആളാണ് അരുന്ധതി മേഡം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അച്ഛാ ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം ഇനി ആ ഫയൽ എവിടെ ചെന്ന് എടുക്കാനാ മോളെ, നമ്മൾ ഈ വീട് ആകെ നോക്കിയില്ലേ, ഇവിടെ എങ്ങും ആ ഫയലില്ല, അത് ആരാ എടുത്തെങ്കിലും എത്തേണ്ടോടത്ത് അവർ എത്തിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ സംശയത്തോടുകൂടി സിദ്ധാർത്ഥൻ്റെ നേരെ നോക്കുന്നുണ്ട്. അന്നേരം സിദ്ധാർത്ഥനാണ് ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, ഞാൻ ആരെ ഉദ്ദേശിച്ചതെന്നുള്ളത് പ്രഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തായാലും എൻ്റെ സംശയമൊന്നും തെറ്റാറില്ല. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും ശാരികയാലെ വിളിക്കണമെന്നും പറഞ്ഞാൽ ദേവിക വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. മാറിയിട്ട് എന്താ ശാരി എന്ന് ചോദിക്കുമ്പം ചേച്ചിക്കല്ലേ ഞാൻ പ്രണയിക്കുന്ന ആളെ കാണണമെന്ന് ഇത്ര വാശി, എന്തായാലും ചേച്ചി ഇന്ന് ഫ്രീ ആണെങ്കിൽ വാ, ആളെന്നെ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പരിചയപ്പെടാമെന്ന്. സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വരുന്നുണ്ട്, എൻ്റെ കൂടെ മുരളിയേട്ടനും ഉണ്ടാവും, മുരളിയേട്ടൻ വന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നം, മുരളിയേട്ടനും വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, അപ്പം ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം, ആ സ്ഥലത്തേക്ക് നിങ്ങൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ നമ്മളുടെ ദേവിക മുരളീനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടതും മുരളിയും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ആളെ ഒന്ന് കണ്ടിരിക്കാൻ ദേവിക, നമുക്ക് പറ്റിയതാണെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോട്ടെ, ഇല്ലെങ്കിൽ ഈ ശാരികയുടെ പ്രേമം കൊണ്ട് 3 കുടുംബങ്ങളുടെ ജീവിതം തകരാൻ പോണത് അവിടുത്തെ മനുഷ്യരുടെയും. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഒന്നും പ്രവചിക്കേണ്ട, ആളെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താണ്. അങ്ങനെ ദേവികയും മുരളിയും കൂടി ഈ ശാരികയുടെ കാമുകനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ശാരികയാണെങ്കിൽ ഇയാൾക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെവിടെയാണ്, ഞാനിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, എപ്പോൾ നിങ്ങൾ എത്തുമെന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാൻ അധികം വൈകുമൊന്നുമില്ല, അധികം വൈകാതെ തന്നെ അവിടെ എത്താം, നിങ്ങളവിടെ തന്നെ നിന്നോ എന്ന് പറയുന്നു. അങ്ങനെ ശാരിക ദേവിക വരാത്ത എന്നാന്ന് ചോദിച്ച് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ദേവിക പറയുന്നുണ്ട് ഞങ്ങളവിടെ എത്താറായിന്ന്. അങ്ങനെ ദേവിക മുരളിയും കൂടി അങ്ങോട്ട് വരുന്ന സമയത്ത്
ദൂരെ നിന്നൊരു കാറ് വരുന്ന കാണുന്നുണ്ട്. ആ കാറിലിരിക്കുന്നത് നമ്മളുടെ ഋഷിയാണ്. ഋഷി തന്നെയായിരിക്കും അപ്പോൾ ഈ ശാരികയുടെ കാമുകനായിട്ട് ഇവരെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളുടെ ദേവികയും മുരളിയും കൂടി ശാരികയുടെ അടുത്തേക്ക് എന്നിട്ട് ആളെത്തിയില്ലെന്ന് വയ്ക്കുമ്പം ഇപ്പോൾ വരും ചേച്ചി, നമുക്കിവിടെ നിൽക്കാമെന്നും പറഞ്ഞ് നിൽക്കുന്നു. ആ സമയത്താണ് ഈ ഋഷി കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഋഷിയെ കണ്ടതും നമ്മളുടെ ദേവികയും മുരളിയും ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ആ സമയത്ത് ദേവിക വിചാരിക്കുന്നത് ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞല്ലേ പോലീസ് കേസും പ്രശ്നങ്ങളൊക്കെ ആയാൽ പിന്നെ ഇവൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അതേസമയം നമ്മളുടെ മുരളിയാണ് ഈ ചിന്തിക്കുന്നത് ഈ ശാരികയുടെ കാമുകൻ ഇനി ഋഷി ആയിരിക്കുമോ എന്നാണ്. അങ്ങനെ രണ്ടു കൂട്ടരും രണ്ട് രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.